ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായുള്ളവർക്ക് എഴുതുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തിരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴായി ആക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മളിന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ഇന്നു മുതൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിലെ ഇപ്പോൾ 1-ാമത്തെ അധ്യായമാണ് ഞാൻ വായിച്ചത്. ഈ ലേഖനത്തിൽ മൊത്തത്തിൽ 6 അധ്യായങ്ങളുണ്ട്. ഈ 6 അധ്യായങ്ങൾ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ചെറിയ ഒരു ഫ്രെയിം വർക്ക് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ആദ്യത്തെ 2 അധ്യായങ്ങളെന്ന് പറഞ്ഞാൽ നാം ആരാകുന്നു, ഹൂ ആർ വി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അടുത്ത 2 അധ്യായങ്ങളെന്ന് പറഞ്ഞാൽ 3-ഉം 4-ഉം അതിൽ
4 ഏകദേശം പകുതിയോളം. നമ്മൾ എവിടെയായിരിക്കുന്നു? വേർ ആർ വി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4 ബാക്കിയുള്ള പകുതിയും 5ഉം 6ഉം. അതുകൊണ്ട് നാം എങ്ങനെയായിരിക്കണം? Therefore, how we ought to behave or live എന്നതിൻ്റെ ഉത്തരമാകുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മളിതിനെ പഠിക്കുകയാണെങ്കിൽ ഈ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ഹൂ ആർ വി? ഹൂ ആം ഐ എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഞാൻ ആരാണ്? ഇത് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇവിടെ പൗലോസ് ഈ സഭയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ, ഞങ്ങൾ എന്നുള്ള വാക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് യുന്നേ കാണുള്ളൂ. അപ്പോൾ യു എന്ന് പറയുന്നത് അവിടെ യു ഓൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആ വേദപുസ്തകം അതിൻ്റെ പരിഭാഷ നടത്തിയ ആ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ സിംഗുലർ യു അല്ല, പ്ലൂറൽ യു ആണ്, ബഹുവചനമാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ നാം ആരാകുന്നു എന്നതാണ് ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് പൗലോസ് എടുത്ത് പറഞ്ഞിരുന്നത്. അതിൽ ഞാൻ ആരാകുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. കാരണം ആ വലിയ സംഭവത്തിൻ്റെ ഒരു ചെറിയ കണ്ണിയാണ് നമ്മൾ. അപ്പോൾ നാം ആരാകുന്നു എന്നത് നമുക്ക് മനസ്സിലായാൽ അതിൽ നമ്മൾ ഓരോരുത്തരും ആരാകുന്നു എന്നത് നമുക്കതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടും ബാധകമാണ്, സഭയ്ക്ക് മൊത്തത്തിലും ബാധകമാണ്. ഞാൻ ആരാകുന്നു എന്നത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. നമ്മുടെ വ്യക്തിപരമായ മൂല്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പലപ്പോഴും നിർണ്ണയിക്കുന്നത്. നമുക്കറിയാം, പല ആളുകളും അവരുടെ ജീവിതത്തിൽ അവർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഒന്നുകിൽ അവരുടെ ജോലിയുമായിട്ട് ബന്ധിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ വരുമാനവുമായിട്ട് ബന്ധിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യവുമായിട്ട് ബന്ധിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യവുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മൂല്യം ഈ കാര്യങ്ങളായിരിക്കും പിന്നെ നിർണ്ണയിക്കുക. നമ്മൾ നമുക്ക് തരുന്ന മൂല്യവും ഈ കാര്യങ്ങളായിരിക്കും പിന്നെ നിർണ്ണയിക്കുക. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുമ്പോൾ, സൗന്ദര്യം കുറഞ്ഞു പോകുമ്പോൾ, അംഗീകാരം കുറഞ്ഞു പോകുമ്പോൾ, വിജയങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ, ധനം സമൃദ്ധി കുറഞ്ഞു പോകുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ഛിദ്രിച്ചു പോകുമ്പോൾ, കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മകളിലുമുള്ള നമ്മുടെ സ്ഥാനത്തിന് നമുക്ക് ലഭിക്കുന്ന മാനത്തിന് കോട്ടം തട്ടുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുമ്പോൾ നമ്മുടെ മൂല്യം നമ്മൾ കുറച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സെൽഫ് വർത്ത് മൂല്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതെല്ലാത്തിനും നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. ആ നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മുടെ മൂല്യം നമ്മുടെ മനസ്സിൽ തന്നെ കുറയാനായിട്ടിടയാകും. സമൂഹത്തിൽ കുറയും, നമ്മുടെ മനസ്സിൽ നമുക്ക് തരുന്ന മൂല്യം, വില കുറയും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് പല ആളുകളും ഒന്നുകിൽ മദ്യപാനത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിപ്രഷൻ വരും. ആ വിഷമവും ഡിപ്രഷനും ഒക്കെ അധികം കൂടി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ ആത്മഹത്യയിലേക്ക് പോകും.
അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മൂല്യം, നമുക്കൊരു ഇൻട്രിൻസിക് വർത്ത് ഉണ്ട്. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു മൂല്യമുണ്ട്. ആ മൂല്യത്തെ നമ്മൾ വേറെ ഒന്നുമായിട്ട് ബന്ധിപ്പിച്ച് അതിനെ കാണാൻ പാടില്ല. ഇനി ബന്ധിപ്പിച്ച് കാണുന്നുണ്ടെങ്കിൽ ആ കാര്യം ശാശ്വതമായ, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു കാര്യമായിരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം.